ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയുമായാണ്. ഈ ഒരു റെസിപ്പി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായും ലഞ്ചായും ഡിന്നറിനുമൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ലഞ്ച് ബോക്സിൽ വെച്ച് കൊണ്ടുപോകാനും നല്ല പെർഫെക്റ്റ് ആയ റെസിപ്പിയാണിത്. ഇതൊരു നോർത്ത് ഇന്ത്യൻ റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണണം. വീഡിയോ ഇഷ്ടമാകുമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുക്കുക. റെസിപ്പി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മിക്സിംഗ് ബൗൾ എടുക്കാം. ഇതിലേക്ക് 1.5 കപ്പ് ഗോതമ്പ് പൊടി ചേർക്കാം. നിങ്ങളുടെ വീട്ടിലുള്ള ഫാമിലി മെമ്പേഴ്സിൻ്റെ എണ്ണം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് മാവിൻ്റെ അളവിൽ വ്യത്യാസം വരുത്താം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അടുത്തതായി ഒരു 1/2 ടീസ്പൂൺ അയമോദകം ചേർക്കാം. അയമോദകം എന്ന് പറയുമ്പോൾ അജ്വാനാണ്. അപ്പോൾ 1/2 ടീസ്പൂൺ എടുത്ത് നമ്മുടെ കൈപ്പത്തിയിൽ വെച്ച് നമ്മുടെ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയിട്ട് ചേർത്ത് കൊടുക്കാം. ഈ അജ്വാൻ്റെ ഫ്ലേവർ നന്നായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ തിരുമ്മി ചേർക്കുന്നത്. കൈ കൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്നത് പോലെ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുക്കണം. ഇപ്പോഴത്തെ മാവ് നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുക്കുക. ഇനി ഇതോടൊപ്പം ചേർക്കാനുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ തയ്യാറാക്കിയെടുക്കാം. അത്ര സമയം മാത്രം ഈ മാവ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. അടുത്തതായി ഒരു പാൻ അടുപ്പത്തേക്ക് വയ്ക്കാം. പാൻ നന്നായി ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു 1/2 കപ്പ് പൊട്ടുകടല ചേർക്കാം. ഈ പൊട്ടുകടലയെ നമ്മളൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഡ്രൈ റോസ്റ്റാണ് ചെയ്തെടുക്കുന്നത്. അപ്പം നന്നായിട്ട് കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആകുമ്പോഴേക്കും നമുക്ക് പാനിൽ നിന്ന് ഈ പൊട്ടുകടല മാറ്റാം. ഈ പൊട്ടുകടലയ്ക്ക് പകരം കടലമാവും എടുക്കാവുന്നതാണ്. കടലമാവാണ് എടുക്കുന്നതെങ്കിൽ ഇതുപോലെ പാനിലിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് വേണം എടുക്കാൻ. ഇപ്പോൾ പൊട്ടുകടല നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം ഒരു മിക്സി ജാറിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോഴിതാ കടല നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈൻ പൊടിയായിട്ട് പൊടിക്കണമെന്നില്ല. ചെറിയ തരികൾ കിടന്നാലും കുഴപ്പമൊന്നുമില്ല. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതോടൊപ്പം കുറച്ച് ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസ് സവാള നല്ല ചെറുതായി അരിഞ്ഞ് ഇതിലേക്ക് ചേർക്കാം. ഇതേപോലെ നല്ല പൊടിയായിട്ടാണ് അരിഞ്ഞെടുക്കേണ്ടത്. അത് നമുക്കിതിലേക്ക് ചേർക്കാം. അടുത്തതായി ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്, നന്നായി ചതച്ചിട്ടാണ് ചേർത്ത് കൊടുത്തത്. അടുത്തതായി ഒരു പച്ചമുളക് ചേർക്കാം. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ചെറുതായി അരിഞ്ഞ മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തതായി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ കടുകെണ്ണയാണ്. ഈ കടുകെണ്ണയുടെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമില്ല എങ്കിൽ സാധാരണ നമ്മൾ കുക്ക് ചെയ്യുന്ന കുക്കിംഗ് ഓയിൽ ഒഴിച്ചാൽ മതിയാകും. ഈ റെസിപ്പിക്ക് ടേസ്റ്റ് കൂട്ടുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസ് ആണ്. ഇത് നമ്മുടെ അച്ചാറിൻ്റെ മസാലയാണ്. അച്ചാർ എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് അച്ചാറിൻ്റെ പീസ് മാറ്റി ആ മസാല മാത്രം 1 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർക്കാം. ഈ മിക്സിന് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 മുറി നാരങ്ങയുടെ ജ്യൂസ് ചേർക്കാം. ഒരു വല്ലതും വീണിട്ടുണ്ടെങ്കിൽ അതെടുത്ത് മാറ്റണം. ഇനി ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് അജ്വാനാണ്. അപ്പോൾ അത് ഇതേപോലെ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലാം കൂടി നന്നായിട്ട് ചേർത്ത് യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ വേറെ വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല. നമ്മൾ ചേർത്ത ആ ഇൻഗ്രീഡിയൻസിൻ്റെ ആ ഒരു നനവ് വെച്ചിട്ടാണ് നമ്മളിത് മിക്സ് ചെയ്തെടുക്കുന്നത്. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മാവ് ഇതുപോലെ കൂട്ടി യോജിപ്പിച്ചെടുക്കുമ്പോൾ ഇതുപോലെ ബോൾസ് പോലെ വരുന്ന രീതിയിൽ വേണം മാവ് സെറ്റായി കിട്ടാൻ. ഇപ്പോഴത്തെ നമ്മളെല്ലാം കൂടി ചേർത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതായി നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് എടുക്കാം. ഇത് ഒന്നുകൂടി നല്ല സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട്. ഒരു പ്രാവശ്യം കൂടി നമ്മൾ കൈകൊണ്ട് ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം അതിൽ നിന്ന് ഒരു ബോൾസ് പോലെ ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ സാധാരണ ചപ്പാത്തി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് എടുക്കുന്ന മാവിനേക്കാളും അല്പം കൂടുതൽ മാവാണ് ഇതിലേക്ക് എടുക്കേണ്ടത്. നമ്മളിവിടെ പറാട്ടയാണ് തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത്. അതിനനുസരിച്ചിട്ടാണ് മാവ് ബോൾസാക്കി എടുക്കേണ്ടത്. തയ്യാറാക്കി വെച്ച മാവ് മുഴുവൻ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. മാവ് പരത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പലക എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒരു ബോൾ എടുക്കാം. എന്നിട്ട് നമ്മുടെ 2 കൈ കൊണ്ടും ഇതുപോലെ ഒരു ബൗളിൻ്റെ ഷേപ്പിലേക്ക് ആക്കിയെടുക്കാം.
ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും ഒരു കുഴിഞ്ഞ ബൗളിൻ്റെ ഷേപ്പിലാണ് മാവ് ആക്കി എടുത്തിട്ടുള്ളത്. ഇതിനകത്തേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മിക്സ് വെക്കണം. സാധാരണ ആലു പറാട്ടയൊക്കെ തയ്യാറാക്കുമ്പോൾ ചെയ്യുന്നത് പോലെ തന്നെയാണ്. ഇതിനകത്തേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മിക്സ് വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എത്രത്തോളം നമുക്ക് മിക്സ് വെക്കാൻ പറ്റുമോ അത്രയും വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഉള്ളിലേക്ക് ആക്കി കൊടുക്കാം. ഇനി മുകൾ ഭാഗത്തുള്ള മാവ് യോജിപ്പിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ 2 കൈ കൊണ്ടും ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കാം. അപ്പോഴേക്കും മുകൾ ഭാഗത്തുള്ള മാവ് ഒന്ന് യോജിച്ച് വരും. അതേസമയം അകത്ത് വെച്ചിട്ടുള്ള സ്റ്റഫിങ്ങും നമ്മുടെ തള്ള വിരൽ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കേണ്ടതുമാണ്. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന കണക്കിന് ചെയ്താൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇപ്പോഴിതാ നമ്മൾ അകത്ത് വെച്ച സ്റ്റഫിംഗ് ഒന്നും പുറത്ത് വരാതെ നല്ല ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബോൾ ഉണ്ടാക്കിയെടുക്കാം. ഇതേപോലെ ബാക്കിയുള്ള ബോൾസിലും സ്റ്റഫിംഗ് വെച്ച് തയ്യാറാക്കിയെടുക്കാം. ഒന്നുകൂടി മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം കൂടി കാണിക്കുന്നുണ്ട്. ആദ്യം മാവെടുക്കാം. അതിനുശേഷം ഇതേപോലെ ഒന്ന് പരത്തി ഒരു ബൗള് പോലെ ആക്കിയെടുക്കാം. ഉള്ളിലൊന്ന് കുഴിച്ച് ബൗള് പോലെ ആക്കിയെടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ അകത്തേക്ക് സ്റ്റഫിംഗ് വെച്ച് കൊടുക്കാം. എത്രത്തോളം മിക്സ് നമുക്കതിലേക്ക് വെക്കാൻ പറ്റുമോ അത്രയും വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഉള്ളിലേക്ക് ആക്കി കൊടുക്കാം. എന്നിട്ട് കൈ കൊണ്ട് മാവിനെ യോജിപ്പിച്ച് ഒരു ബോൾസ് ആക്കി എടുക്കാം. വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബോളായി കിട്ടും. അടുത്തതായി ഇത് പരത്തിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ചപ്പാത്തി പലക എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് തൊട്ട് പരത്തുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഗോതമ്പ് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആലു പറാട്ടയൊക്കെ തയ്യാറാക്കി എടുക്കുന്നത് പോലെ ഇത് പരത്തിയെടുക്കാം. ഇതുപോലെ നന്നായിട്ട് പൊടിമാവ് സ്പ്രെഡ് ചെയ്തെടുത്തതിന് ശേഷം പലകയിലിട്ട് നല്ല സോഫ്റ്റായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് മാവിൻ്റെ പൊടി ഇതിലേക്ക് തൂകി കൊടുത്തിട്ട് വീണ്ടും പരത്തിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. കുറച്ച് പൊടിമാവ് ചേർത്തിട്ടാണ് പരത്തിയെടുക്കുന്നത്. അപ്പോൾ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കില്ല. ഇപ്പോൾ നമ്മൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ മാവ് പരത്തിയെടുത്തു. ഒരുപാട് കട്ടിയും ആയിട്ടില്ല, ഒരുപാട് തിന്നും ആയിട്ടില്ല. ഒരു മീഡിയം ഒരളവിലാണ് ഞാൻ പരത്തിയെടുത്തത്. സാധാരണ നമ്മൾ ആലു പറാട്ടയൊക്കെ പരത്തുന്ന കണക്കിന് തന്നെ പരത്തിയാൽ മതിയാകും. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും ഒരുപാട് കട്ടിയായിട്ടും അതുപോലെ ഒരുപാട് തിന്നായിട്ടും അല്ല പരത്തിയിട്ടുള്ളത്. ഒരു മീഡിയം അളവിലാണ് നമ്മളിത് പരത്തിയെടുത്തിട്ടുള്ളത്. ഈ ഒരു അളവിലൊക്കെ ഉണ്ടാക്കുമ്പോൾ കഴിക്കാൻ നല്ല രസമുണ്ടായിരിക്കും. അടുത്തതും കൂടി പരത്തി കാണിക്കുന്നുണ്ട്. ഇതുപോലെ സൈഡൊക്കെ ഒന്ന് പൊടിമാവ് നല്ല സ്പ്രെഡ് ചെയ്തതിന് ശേഷം പരത്തുക. അപ്പോൾ ഇത് പൊട്ടിപ്പോവില്ല. അപ്പോൾ നമ്മളിതിലേക്ക് ചേർത്ത മിക്സിംഗ് ഒക്കെ തയ്യാറാക്കി എടുക്കുന്നതിന് അധിക സമയമൊന്നും എടുക്കില്ല. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതാണ്. അതുപോലെ എപ്പോഴും നമ്മളെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് നമ്മളിതിലേക്ക് ചേർത്തത്. ഇതിലേക്ക് ചേർത്ത പൊട്ടുകടല നമ്മുടെ ശരീരത്തിന് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ്. ഇത് നോർത്ത് ഇന്ത്യയിൽ വളരെ ഫേമസ് ആയ ഒരു പറാട്ടയാണ്. ഇതിനെ സത്തു പറാട്ട എന്നാണ് പറയുന്നത്. ടിഫിൻ ബോക്സിൽ വെച്ചത് കൊണ്ടുപോകാൻ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അതായത് ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറിനും ലഞ്ചിനും ഒക്കെ കഴിക്കാൻ പറ്റിയതാണ്. ഇവിടെ രണ്ടാമത്തെ മാവും കൂടി പരത്തിയെടുത്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മളിത് പരത്തിയെടുത്തു. ഇനി നമുക്ക് ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു തവ അടുപ്പത്തേക്ക് വെച്ച് ചൂടാക്കാം. തവ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ പരത്തി വെച്ചിട്ടുള്ള മാവ് തവയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു വശം നന്നായി പൊള്ളി വരുമ്പോഴേക്കും തിരിച്ചിട്ട് കൊടുക്കാം. സ്റ്റവിൻ്റെ ഫ്ലെയിം മീഡിയത്തിൽ വെച്ചിട്ട് വേണം ഇത് ചുട്ടെടുക്കാൻ. ഒരു സൈഡ് മറിച്ചിട്ടതിന് ശേഷം ഇതിൻ്റെ പുറത്തേക്ക് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. മറ്റേ സൈഡും നന്നായിട്ടൊന്ന് പൊള്ളി വരുമ്പോഴേക്കും തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിൻ്റെ പുറത്തേക്ക് നെയ്യോ എണ്ണയോ ചേർക്കാം. ഞാനിവിടെ നെയ്യാണ് ചേർക്കുന്നത്. പറാട്ടയ്ക്ക് നെയ്യ് ചേർത്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് ഞാനിവിടെ നെയ്യാണ് ചേർക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് വീണ്ടും തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് തിരിച്ചിട്ട ഭാഗത്തേക്ക് വീണ്ടും എണ്ണ തേച്ച് അതായത് നെയ്യ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ സത്തു പറാട്ട റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള പറാട്ടയാണ്. തയ്യാറാക്കാനായിട്ട് അധിക സമയമൊന്നും എടുക്കില്ല. ആലു പൊറോട്ടയൊക്കെ തയ്യാറാക്കുമ്പോൾ കുറച്ചുകൂടി സമയമെടുക്കും. എന്നാൽ ഇത് അതിനേക്കാളും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതാണ്. ഇപ്പോഴിതാ അടുത്ത് പരത്തി വെച്ച മാവും കൂടി തവയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചുട്ടെടുത്ത രീതിയിൽ രണ്ട് സൈഡും നന്നായി പൊള്ളിയതിന് ശേഷം നെയ്യ് ചേർത്ത് നന്നായിട്ടൊന്ന് ചുട്ടെടുക്കാം. ഇതിനോടൊപ്പം കഴിക്കാൻ നമുക്ക് സൈഡ് ഡിഷായിട്ട് തൈരോ അല്ലെങ്കിൽ അച്ചാറോ
തക്കാളി ചട്നിയോ മതിയാകും. കൂടാതെ ഇതിനകത്തേക്ക് വെച്ച സ്റ്റഫിംഗ് ഒക്കെ നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് ഒരുപാട് കറികളുടെ ആവശ്യമൊന്നുമില്ല. തൈര് മാത്രം ഉണ്ടെങ്കിലും സൂപ്പറാണ്. നോർത്ത് ഇന്ത്യയിലുള്ളവർ തൈര് ചേർത്തിട്ടാണ് ഇത് കഴിക്കുന്നത്. നമ്മൾ ആ പൊറാട്ടയ്ക്ക് അകത്തേക്ക് വെച്ച ഫില്ലിങ്ങിൽ ചേർത്ത കടലപ്പൊടിയും അച്ചാറിൻ്റെ മസാലയും മറ്റു ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്ത് തയ്യാറാക്കിയ ആ ഫില്ലിങ് ചേർത്ത് കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. ഒരു വേറെ ലെവൽ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഉറപ്പായിട്ടും കൂട്ടുകാരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു പുതിയ രുചി ഉറപ്പായിട്ടും ഇഷ്ടമാകും. ഇതിനു മുന്നേ ആരെങ്കിലും ഈ സത്തു പൊറാട്ട കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണം. കഴിച്ചവരുണ്ടെങ്കിൽ ഈ പൊറാട്ടയുടെ അഭിപ്രായവും വന്ന് കമൻറ്റ് ബോക്സിൽ പറയണം. അപ്പോൾ ഇതാ ഇവിടെ ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള പൊറാട്ട റെഡി ആയിട്ടുണ്ട്. ഇതോടൊപ്പം ഞാനിവിടെ സെർവ് ചെയ്യുന്നത് തൈരാണ്. അധികം പുളിയില്ലാത്ത തൈര് ചേർത്താണ് ഈ പൊറാട്ട കഴിക്കുന്നത്. അല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കറി കൂട്ടിയും കഴിക്കാവുന്നതാണ്. ഇത് നല്ല സോഫ്റ്റും ടേസ്റ്റും ഹെൽത്തിയുമാണ്. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ എങ്ങനെയാണ് വന്നിട്ടുള്ളതെന്ന് കാണിക്കാം. നല്ല പെർഫെക്റ്റ് ലെയറായിട്ട് തന്നെ നമുക്ക് ഈ പൊറാട്ട കിട്ടിയിട്ടുണ്ട്. ഉള്ളിലൊക്കെ സ്റ്റഫിംഗ് ഒക്കെ നല്ല രീതിയിൽ തന്നെ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉറപ്പായിട്ട് ഈ ഹെൽത്തി റെസിപ്പി തയ്യാറാക്കി കൊടുക്കണം. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഈ ഒരു ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് എളുപ്പം ലഭിക്കുകയുള്ളൂ. മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ കൂട്ടുകാർക്കെല്ലാം നന്ദി.